ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ തിരുമൂല നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. തിരുമൂല നായനാരെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യാത്രയുടെ പൂർണ്ണതയ്ക്കായി ഒരു തവണ കൂടി പറയാം. നന്ദിദേവരുടെ 8 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സുന്ദരനാഥൻ. അവരെല്ലാം യോഗികളായിരുന്നു. മൂലൻ എന്ന ഗോപാലന്റെ ശരീരത്തിൽ പ്രവേശിച്ചതുകൊണ്ട് അദ്ദേഹം തിരുമൂലർ എന്ന പേരിൽ അറിയപ്പെട്ടു. കഥ ഇങ്ങനെയാണ്. പോത്തിയ കുന്നുകളിൽ അഗസ്ത്യമുനി ഉണ്ടെന്നറിഞ്ഞ സുന്ദരനാഥൻ കൈലാസത്തിൽ നിന്ന് തെക്കോട്ടുള്ള യാത്ര തുടങ്ങി. ശിവാരാധനാലയങ്ങൾ തൊഴുത് ശിവാരാധാലയങ്ങൾ ശിവക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. തിരുമൂല നായനാർ. അതാ അങ്ങനെയല്ലല്ലോ പറയണ്ടത്. ആത്മാവിന്റെ തിരുമൂല നായനാരെ പറയാൻ പാടില്ല അമ്മ. അമ്മക്ക് ശരിയാവില്ല. ഓൾറെഡി പറഞ്ഞാണ് ശ്രേഷ്ഠത്തില്. ഇപ്രാവശ്യം പറഞ്ഞ ശരിയാവില്ല. 2 പ്രാവശ്യം പറയാൻ പറ്റില്ല. എന്താണ്? എപ്പോഴും തടസ്സമാണ്. 3 പ്രാവശ്യം. 4 3 കഴിഞ്ഞു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ തിരുമൂല നായനാരെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനു മുൻപ്. ഈ യാത്രയുടെ പൂർണ്ണതയ്ക്കായി ഒരു തവണ കൂടി പറയാം. നന്ദിദേവരുടെ 8 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സുന്ദരനാഥൻ. അവരെല്ലാം യോഗികളായിരുന്നു. മൂലൻ എന്ന ഗോപാലന്റെ ശരീരത്തിൽ പ്രവേശിച്ചതുകൊണ്ട് അദ്ദേഹം തിരുമൂലർ എന്ന പേരിൽ അറിയപ്പെട്ടു. കഥ ഇങ്ങനെയാണ്. പോത്തിയ കുന്നുകളിൽ അഗസ്ത്യമുനി ഉണ്ടെന്നറിഞ്ഞ സുന്ദരനാഥൻ കൈലാസത്തിൽ നിന്ന് തെക്കോട്ടുള്ള യാത്ര തുടങ്ങി. ശിവക്ഷേത്രങ്ങൾ തൊഴുത് അദ്ദേഹം തിരുവാവുടുതിറയിൽ എത്തി. കാവേരി നദിയിൽ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി. അവിടെ മൈതാനത്ത് കണ്ണുനീർ പൊഴിക്കുന്ന ഒരു കൂട്ടം പശുക്കളെ കണ്ടു. അതിന്റെ കാരണം തിരക്കി അടുത്തെത്തിയപ്പോൾ കാര്യം മനസ്സിലായി. മൂലൻ എന്നു പേരുള്ള ഗോപാലൻ പാമ്പുകടിയേറ്റ് മരിച്ചു കിടക്കുന്നു. യജമാനനില്ലാത്ത വിഷമത്തിലായിരുന്നു പശുക്കൾ. അവരുടെ വിഷമം കണ്ടു നിൽക്കാൻ ദിവ്യജ്ഞാനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം തന്റെ ആത്മാവിനെ മൂലത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. തന്റെ ശരീരം ഒരു മരപ്പൊത്തിൽ ഭദ്രമായി വെച്ചു. മൂലന് ജീവൻ വെച്ചു. വൈകുന്നേരമായപ്പോൾ പശുക്കളെയും കൂട്ടി വീട്ടിലെത്തി. ഭാര്യ സ്വീകരിച്ചു. പക്ഷെ അവളുടെ സമീപനം മൂലർക്ക് ഇഷ്ടമായില്ല. ശിവഭജനം ചെയ്ത് മുക്തി വരുത്തൂ എന്ന് പറഞ്ഞു. അവൾക്ക് വിഷമമായി. അടുത്തുള്ള ഒരു യോഗീവര്യനെ കണ്ട് കാര്യം പറഞ്ഞു. യോഗിക്ക് കാര്യം മനസ്സിലായി. ആത്മീയ പരിണാമം മൂലർക്ക് സംഭവിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ ഭർത്താവായി കാണരുത് എന്ന് പറഞ്ഞ് ഭാര്യയെ മടക്കി അയച്ചു. അടുത്ത ദിവസം സുന്ദരേശ്വരനായ മൂലൻ തന്റെ ശരീരം തേടി മരത്തിന് സമീപമെത്തി. ശരീരം കാണുന്നില്ല. എല്ലാം ഭഗവാന്റെ പരീക്ഷണം എന്ന് വിചാരിച്ചു. ഭഗവാൻ ഒരു ലക്ഷ്യമുണ്ട് തന്നെ കൊണ്ടെന്ന് മനസ്സിലാക്കിയ തിരുമൂലർ തിരുവവാടുതുറയിലേക്ക് മടങ്ങി ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ആൽമരത്തിൻ ചുവട്ടിൽ ധ്യാനം ആരംഭിച്ചു. എല്ലാ ശിവ ആഗമങ്ങളുടെയും സാരാംശം ഉൾക്കൊള്ളുന്ന ശൈവ തത്വചിന്തയെക്കുറിച്ച് തമിഴിൽ ഒരു പുസ്തകം എഴുതണമെന്ന ഭഗവാന്റെ ഇച്ഛ നടപ്പിലാക്കുകയായിരുന്നു. സമാധി അവസ്ഥയിൽ 3000 വർഷം ഇരുന്നു. സമാധിയിൽ നിന്ന് എഴുന്നേറ്റ് ഓരോ വർഷവും ഓരോ ശ്ലോകം എഴുതി. അങ്ങനെ 3000 ശ്ലോകങ്ങൾ രചിച്ചു. ഈ പുണ്യഗ്രന്ഥമാണ് തിരുമന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭഗവാന്റെ ദൗത്യം പൂർത്തീകരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങി. ഓം ശിവശക്തിക്ക് രൂപിണ്യൈ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.